ജാതി ജാതി എന്ന് പറഞ്ഞാൽ ജനിച്ച ജാതി. ജാതികൾ ശരിക്കും ഹൈന്ദവ മതത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും നിരവധി സെക്റ്റുകളുണ്ട്. നൂറുകണക്കിന് സെക്റ്റുകളുണ്ട് ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെയുള്ളത് നോക്കിയാൽ കേരളത്തിൽ തന്നെ നോക്കുക, തങ്ങൾ, ഷെയ്ഖ്, അതുപോലെ ഓസാൻ, ഇതുപോലെയുള്ള നിരവധി വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും നിരവധി വിഭാഗങ്ങളിലുണ്ട്. പരസ്പരം പള്ളിയിൽ കയറാത്തവരും മോസ്കിൽ കയറാത്തവരുമായിട്ടുള്ള വിഭാഗങ്ങൾ പോലുമുണ്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ. ഇത് നമ്മുടെ മുൻ DGP സെൻകുമാർ സാറാണ്. സെൻകുമാർ സാർ പറയാണ് ഹിന്ദു മതത്തിൽ ജാതി ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന്. ആരെങ്കിലും പറയുന്നതാണോ? ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ലേ. രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, ഗീതയിലുണ്ട്, മനുസ്മൃതിയിലുണ്ട്, അതുപോലെ തന്നെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലുണ്ട്, വേദങ്ങളിലുണ്ട്. ഈ 4 വർണ്ണങ്ങളുണ്ട് ഹിന്ദുമതത്തിൽ: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഈ 4 വർണ്ണങ്ങളെയും പ്രജാപതി വ്യത്യസ്ത വിധത്തിലാണ് സൃഷ്ടിച്ചത് എന്നും ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ 4 വർണ്ണങ്ങൾക്കും ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്ത നിയമങ്ങളുണ്ട്. 5ാമതൊരു വർണ്ണയില്ല. എന്നാൽ സെൻകുമാർ സാറെ, താങ്കൾ ഏത് വർണ്ണത്തിൽപ്പെട്ടാണ്? താങ്കൾ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ? ശൂദ്രനുള്ള നിയമങ്ങൾ താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ബ്രാഹ്മണന്റെ നിയമമാണോ? ഇനി താങ്കൾ ശൂദ്രരിലും പെട്ടവരല്ലെങ്കിൽ പിന്നെ താങ്കൾ എങ്ങനെയാണ് ഹിന്ദു ആവുക? 4 വർണ്ണങ്ങളിലുള്ള 5ാമതൊരു വർണ്ണയില്ല എന്ന് തന്നെ ഈ ഗ്രന്ഥങ്ങളിലുണ്ട്. 5ാമതൊരു വർണ്ണയില്ല, 4 വർണ്ണങ്ങളേ ഉള്ളൂ. പിന്നെ താങ്കൾ പറയുന്നു ഇസ്ലാമിൽ ജാതിയുണ്ട്. ഏതാ ജാതി? ഒസാന്, ഷെയ്ഖ്, തങ്ങൾ. സുഹൃത്തെ, ഒസാൻ എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ഒസാന്റെ മകൻ നാളെ ഡോക്ടറായി, പഠിച്ച് വലുതായി ഡോക്ടറായി, പിന്നെ അവൻ ഒസാൻ അല്ലാതായി, പിന്നെ അവൻ ഡോക്ടറാണ് ആ മകൻ. അതേപോലെ ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡോക്ടർ പണി നിർത്തി, നാളെ മുതൽ ഞാൻ ബാർബർ ഷോപ്പിൽ ജോലി എന്ന് വിചാരിച്ചാൽ അയാൾ വീണ്ടും ഒസാനാവും. അങ്ങനെ ശൂദ്രന് ബ്രാഹ്മണനും, ബ്രാഹ്മണന് ശൂദ്രനും ആവാൻ പറ്റുമോ? ഇനി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് എന്ന് ഖുർആനിൽ എന്റെ അറിവിൽ 4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 4 സ്ഥലത്തും ഷെയ്ഖ് എന്ന വാക്കിന്റെ അർത്ഥം വൃദ്ധൻ എന്നാണ്. അത് ഏകവചനത്തിലും ബഹുവചനത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ സൂറത്തുൽ ഹൂദ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, ഹൂദ്. അതിൽ 73ാമത്തെ വാക്യത്തിന്റെ അർത്ഥം താങ്കൾക്ക് നോക്കാം. ഇബ്രാഹീമിന്റെ പത്നി, അതായത് ഇബ്രാഹിം നബിയുടെ പത്നി പറയുന്നുണ്ട്, ആ അലിദു വ അന അജൂസ്, ഞാൻ എങ്ങനെ പ്രസവിക്കാനാണ് ഈ പടുവൃദ്ധയായിരിക്കെ. വഹാദ ബഅലി ഷെയ്ഖ, ഇതെന്റെ ഭർത്താവ്, അദ്ദേഹം ഷെയ്ഖാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൃദ്ധനാണ്. എല്ലാ പരിഭാഷയും നോക്കിക്കോ, വ്യത്യസ്ത മുസ്ലിം സംഘടനകളുടെ എല്ലാത്തിലും അവിടെ വൃദ്ധൻ എന്നാണ് അർത്ഥം.